ഹലോ. അപ്പോൾ എല്ലാവരും ഇന്നലത്തെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നേ? യെസ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഫ്ലട്ടർ ആണ് നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ എന്താണ് പഠിച്ചു കഴിഞ്ഞത്? ഡാർട്ട് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും ഡാർട്ട് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരാണ് ഇപ്പോൾ, അല്ലേ? യെസ്. ഡാർട്ടിൽ പല പല ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോന്നിലും ടാസ്ക് ഒക്കെ തന്ന് എല്ലാവരും നന്നായി ചെയ്ത് ഇപ്പം നമ്മൾ ഡാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡാർട്ട് പറഞ്ഞൊരു ലാംഗ്വേജ് ഇപ്പോൾ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയും നമ്മൾ ഓരോരുത്തർക്കും. ഓക്കെ. ഇനി നമ്മൾ ഫ്ലട്ടർ പഠിക്കണം. ഡാർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്? നമുക്കൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവണ്ടേ? യെസ്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡാർട്ട് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്ലട്ടർ പഠിക്കണം. ഫ്ലട്ടർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ നമ്മൾ SDK എല്ലാം സെറ്റ് ചെയ്ത് കണ്ട് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്നലെ വരെയുള്ള വീഡിയോസിൽ പറഞ്ഞ കണ്ടൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇന്ന് മുതൽ നമ്മൾ ഇനി ഫ്ലട്ടർ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തു. ദെൻ ഇതിനകത്ത് നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇനി നമ്മളൊരു ആപ്പാണ് നമ്മൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഫയലിൽ ന്യൂ ഫ്ലട്ടർ പ്രോജക്റ്റ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇന്നലെ SDK സെറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഇപ്പം ഇതെല്ലാം ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രൊസീഡ് ചെയ്യാം. നെക്സ്റ്റ്. ദെൻ ഇവിടെ നമുക്ക് പ്രോജക്റ്റിന് ഒരു നെയിം കൊടുക്കാം. നെയിം എപ്പോഴും പ്രോജക്റ്റിന് നമ്മൾ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ പ്രോജക്റ്റിന് ഒരു നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും ലോവർ കേസിലാവണം, സ്പേസസ് പറ്റില്ല, ലോവർ കേസിലും ആവണം. ഇതാണ് നമ്മൾ നെയിം കൊടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് സ്പേസിന് പകരം അണ്ടർസ്കോർ ഇടാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റിന് ഒരു നെയിം കൊടുക്കണം. എന്താണ് നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ പേര്? മൈ ആപ്പ് എന്നുള്ളതിനെ കൊടുക്കാം. മൈ അണ്ടർസ്കോർ ആപ്പ് എന്നുള്ളതിനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോംസ് നമ്മൾ പറഞ്ഞ് ഫ്ലട്ടർ പറഞ്ഞാൽ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആണ് എന്ന് പറഞ്ഞു. ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലട്ടർ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻഡ്രോയിഡ്, iOS, macOS, വെബ്, വിൻഡോസ്, ലിനക്സ് ഈ ഓരോ ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ് ഒരൊറ്റ കോഡ് ബേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഫ്ലട്ടറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോഡ് ബേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡിലും iOSലും ഉള്ള ആപ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം. നമുക്ക് ആൻഡ്രോയിഡ് വേണോ, ആൻഡ്രോയിഡ് ടിക്ക് ഇടാം. iOS വേണ്ടെങ്കിൽ iOS അൺടിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ iOS ചെയ്യാം, മീൻസ് iOS ടിക്ക് ചെയ്യാം. വിൻഡോസ്. ഇപ്പോൾ നമ്മുടെ മൈ ആപ്പ് എന്നുള്ള പ്രോജക്റ്റ് ആൻഡ്രോയിഡിലും iOSലും വിൻഡോസിലും ആണ് നമുക്ക് അതിൻ്റെ ഒരു വെബുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ നമ്മൾ ഫിനിഷ് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ പ്രോജക്റ്റിന് ഒരു നെയിം കൊടുത്ത് പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇതിൽ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ കുറച്ച് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഫ്ലട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫ്ലട്ടർ തന്നെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോനെ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് തരും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ് നമുക്കിപ്പോൾ അറിയൂല, ഫ്ലട്ടർ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അവിടെ.
ഓക്കെ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ അവരെന്നെ ബിൽഡ് ചെയ്ത് തരും. ഈ ഒരു കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഏതൊരു ടൈപ്പിലുള്ള ആപ്പാണ് ഇവർ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് തരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ. ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, മേ ബി നമ്മൾ എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് റൺ ചെയ്യണ്ടേ. അപ്പൊ റൺ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഇതിന്റെ ഔട്ട്പുട്ട് എന്താന്നുള്ളത് നമുക്ക് നോക്കണം. എന്നുണ്ടെങ്കിൽ ഇത് റൺ ചെയ്യാൻ നമ്മൾ ഒരു എമുലേറ്റർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ടോ ആണ് റൺ ചെയ്യുക. ഇവിടെ നമുക്ക് എമുലേറ്റർ യൂസ് ചെയ്ത് റൺ ചെയ്യാം. അപ്പോൾ ഒരു എമുലേറ്റർ യൂസ് ചെയ്ത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിവൈസ് മാനേജറിൽ പോവുക. ദെൻ ഇവിടെ ക്രിയേറ്റ് ഡിവൈസ് എന്നുണ്ട്. ക്രിയേറ്റ് ഡിവൈസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഫോണിന് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോൺസ് ഉണ്ട്, അതായത് ഓരോ മോഡൽ ഫോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എമുലേറ്ററിൻ്റെ മോഡൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ റാമും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു എമുലേറ്റർ സെലക്ട് ചെയ്യാൻ. കാരണം റാം കുറഞ്ഞുള്ള ഒരു സിസ്റ്റത്തിന് നമ്മൾ കൂടിയ സൈസുള്ള ഒരു എമുലേറ്റർ നമ്മൾ സെലക്ട് ചെയ്താൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയും എല്ലാം സ്റ്റക്കായി പോകും. മീൻസ് ഭയങ്കര സ്ലോ ആയിരിക്കും വർക്കിംഗ്. സോ നമ്മളെപ്പോഴും ഒരു ഏറ്റവും കുറഞ്ഞതും അല്ല എന്നാൽ ഏറ്റവും കൂടിയതും അല്ല അങ്ങനത്തെ ഒരു എമുലേറ്റർ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണുള്ള എമുലേറ്റേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. അത് നമുക്ക് എന്തിനാണ് അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞതെന്നുള്ളത് നമുക്ക് അതിൻ്റെ നീഡ് വരുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും മാക്സിമം പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണുള്ള എമുലേറ്റേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇവിടെ ഞാനൊരു പിക്സൽ 4 എന്നുള്ള ഈ ഒരു എമുലേറ്ററാണ്, ആ സൈസിലുള്ള ഒരു എമുലേറ്ററാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഇനി നമ്മൾ മിനിമം ആൻഡ്രോയിഡ് വേർഷൻ എത്രയാണ് നമ്മുടെ ആപ്പിന് വേണ്ടത്, ഏത് ആൻഡ്രോയിഡ് വേർഷൻ തൊട്ടാണ് ആപ്പ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഡിഫോൾട്ടായിട്ട് ആൻഡ്രോയിഡ് 11th വേർഷന് സെലക്ട് ആയി ഉണ്ടാവും. നമ്മളിവിടെ 12th വേർഷൻ മുതലാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിഫോൾട്ടായിട്ട് 6 മാത്രമേ, അതായത് ആൻഡ്രോയിഡ് 11 മാത്രമേ ഡൗൺലോഡായി കിടക്കുള്ളൂ ഉണ്ടാവുക. നമുക്ക് ആൻഡ്രോയിഡ് 12th വേർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൗൺലോഡ് എന്ന് എഴുതി അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവും. then അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ചു. ദെൻ നമുക്ക് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ സെലക്ട് ചെയ്യുക. നമ്മൾ പോർട്രേറ്റ് ആണ്. ഓക്കെ. ദെൻ ഫിനിഷ്. നമ്മൾ എമുലേറ്റർ ക്രിയേറ്റ് ചെയ്തു. അത് ആ എമുലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മുടെ ആപ്പ് റൺ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്ലേ ക്ലിക്ക് ചെയ്തു. ദെൻ നമ്മുടെ എമുലേറ്റർ ഇപ്പോൾ ഷോ ചെയ്യും. നമ്മുടെ ആപ്പ് എമുലേറ്ററായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എമുലേറ്റർ ആപ്പുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡിഫോൾട്ടായിട്ട് പ്രൊവൈഡ് ചെയ്ത ആപ്പ് ഡിഫോൾട്ടായിട്ട് ഒരു കോഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൺ ചെയ്യും. ഓക്കെ. നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടി. ഈ ഒരു ആപ്പ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡിഫോൾട്ടായിട്ട് തരുന്ന കോഡിൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു കോഡ് റൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് കിട്ടുന്നത്. ഈ ആപ്പ് ഒരു കൗണ്ടർ ആപ്പാണ്. അതായത് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ ഇൻക്രിമെൻ്റ് ആയി ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ആപ്പ് കൗണ്ടർ ആപ്പാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ കാണുന്ന റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡ് ചെയ്തതാണ്. നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് എന്തെന്നാണ് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊവൈഡ് ചെയ്ത ഡിഫോൾട്ടായിട്ടുള്ള ഈ ഒരു കോഡിൽ നിന്നാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കോഡിൽ എന്തൊക്കെയാണ് ഉള്ളത്, നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ.
ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് ഡിഫോൾട്ടായിട്ട് പ്രൊവൈഡ് ചെയ്ത ഒരു കോഡാണ് നമ്മളിപ്പോൾ റൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. ഓക്കെ, ഇത് പറഞ്ഞു ഒരു കൗണ്ടർ ആപ്പാണ്. ഇത് കൗണ്ട് ചെയ്യണേ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയി പോകും. ഇങ്ങനത്തെ ഒരു ആപ്പാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ എന്താണ് കാണുന്നത്? നമുക്ക് സിമിലർ ആയിട്ടുള്ള നമുക്കിപ്പോൾ ഡാർട്ട് അറിയാം. അപ്പോൾ ഡാർട്ടിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട് ഇല്ലേ? ഈ മെയിനൊക്കെ നമ്മൾ ഡാർട്ട് പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മെയിനിലാണ് കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം വന്നെങ്ങാണ്ട് കമ്പൈലർ നിൽക്കുക. ഓക്കെ, അവിടെ നിന്നാണ് കോഡിൻ്റെ സ്കാനിങ് അല്ലെങ്കിൽ കമ്പൈലിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ കോഡെല്ലാം നമുക്ക് കളയാം. ഇതൊന്നും വേണ്ടെന്നല്ല, നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വോയിഡ് മെയിൻ, അതിൻ്റെ അകത്ത് റൺ ആപ്പ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. ഓക്കെ, എന്തിനാണ് റൺ ആപ്പ് യൂസ് ചെയ്യുന്നത്? റൺ ആപ്പ് പറഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ്റെ എൻട്രി പോയിന്റ് ആണ് റൺ ആപ്പ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ മെയിന് പറഞ്ഞാൽ ഒരു കോഡിൻ്റെ നമ്മളൊരു കോഡ് എഴുതി അതിൻ്റെ ഒരു എൻട്രി പോയിന്റ് ആണ് മെയിന് പറഞ്ഞു. അപ്പോൾ റൺ ആപ്പ് പറഞ്ഞാലോ അപ്ലിക്കേഷൻ്റെ എൻട്രി പോയിന്റ് ആണ്. സ്റ്റാർട്ട് ദി എക്സിക്യൂഷൻ ഓഫ് എ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ. റൺ ആപ്പിൻ്റെ അവിടെ നിന്നാണ് ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൺ ആപ്പിൻ്റെ അകത്ത് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഒരു പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആണ് റൺ ആപ്പിൻ്റെ അകത്ത് ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, റിക്വയർഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഫംഗ്ഷനിൽ പൊസിഷനിലുണ്ട്, റിക്വയർഡ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഓക്കെ, അതൊന്നും ഇപ്പം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ റൺ ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഒരു പൊസിഷനിലെ ആർഗ്യുമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ എന്താണ് ആ ഒരു പൊസിഷണൽ ആർഗ്യുമെൻ്റ്? എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ ഫസ്റ്റ് ആപ്പ് റൺ ചെയ്യൂലേ, ആ റൺ ചെയ്യുന്ന സമയത്ത് ഈ റൺ ആപ്പ് ഈ ഒരു മെത്തേഡിൻ്റെ ഇവിടെ വന്ന് നിന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ അവിടെ ആ ഒരു പോകേണ്ട ക്ലാസിൻ്റെ നെയിം വെച്ചിട്ടാണ് റൺ ആപ്പിൻ്റെ അകത്ത് നമ്മൾ വിളിക്കുക. ഓക്കെ, നമുക്ക് ഏത് ക്ലാസ്സിലോട്ടാണ് പോവേണ്ടത് ആ ക്ലാസിൻ്റെ നെയിം വെച്ചിട്ടാണ് നമ്മൾ റൺ ആപ്പിൻ്റെ അകത്ത് വിളിക്കുക. ഒരു വിഡ്ജറ്റ്, ഫ്ലട്ടറിൻ്റെ അകത്തുള്ള എല്ലാ വിഡ്ജറ്റ്സ് ആട്ടോ നേരത്തെ ഞാൻ കളഞ്ഞത്, മീൻസ് എറേസ് ചെയ്ത് കളഞ്ഞു. ജസ്റ്റ് ഞാൻ ഇവിടെ തന്നെ കാണിച്ചു. ഇവിടെ റൺ ആപ്പിൻ്റെ അകത്ത് എന്താ വിളിച്ചിരിക്കുന്നത്? ഈ മൈ ആപ്പ് പറഞ്ഞാൽ എന്താ? ഈ ഒരു ക്ലാസിൻ്റെ നെയിമാണ് മൈ ആപ്പ്. ഓക്കെ, ആ ഒരു വിഡ്ജറ്റിനെയാണ് റൺ ആപ്പിൻ്റെ അകത്ത് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഈ ഒരു മൈ ആപ്പ് എന്നുള്ള ക്ലാസ്സിലോട്ട് പോകും. മൈ ആപ്പ് എന്നുള്ള ക്ലാസ് കണ്ടിട്ട് ഈ ഒരു ലൈന് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് എന്താണ് കാണുന്നത്? ക്ലാസ് മൈ ആപ്പ് എക്സ്റ്റെൻഡ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഓക്കെ, ക്ലാസ് നമ്മൾ പഠിച്ചില്ലേ, ഡാർട്ടിൽ നമ്മൾ ക്ലാസ് പഠിച്ചു. ക്ലാസ്സിൽ ഇവിടെ മൈ ആപ്പ് എന്നുള്ളൊരു ക്ലാസ് ആണ്. അത് എന്തിനാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനെ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് പറഞ്ഞ ഒരു പാരന്റ് ക്ലാസ് ഉണ്ട്. ആ പാരന്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ക്ലാസ് ആണ് മൈ ആപ്പ് പറഞ്ഞ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്താണ്? ഈ തൊട്ട് താഴെ കണ്ടോ, ക്ലാസ് മൈ ഹോം പേജ്. അടുത്തൊരു ക്ലാസ് ആണ് മൈ ഹോം പേജ്. എക്സ്റ്റെൻഡ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് പറഞ്ഞ ഒരു പാരന്റ് ക്ലാസ്സിനെയാണ് മൈ ഹോം പേജ് പറഞ്ഞ ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എന്താണ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്? എന്താണ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് പറഞ്ഞാൽ? വൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു അൺചേഞ്ചിങ് ഒരു UI ആണ് എന്ന് കരുതുക. നമ്മളിപ്പോൾ ഒരു യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു, അത് ചേഞ്ച് ചെയ്യുന്നില്ല, അതിലത്തെ ഡാറ്റാസ് ഒന്നും ചേഞ്ച് ചെയ്യാത്ത കേസിൽ നമുക്ക് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യാം. അതായത് സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ വാട്ടറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വാട്ടറിന് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? ലിക്വിഡ്, സോളിഡ്, ഗ്യാസ്, ഇങ്ങനെ 3 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. ഇതുപോലെ തന്നെ വാട്ടറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അവിടെ എത്തുമ്പോൾ നമുക്ക് കൂടുതലായി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് പറഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടൊരു ഡാറ്റ ഉണ്ട്. സ്റ്റാറ്റിക് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യില്ല.
ഓക്കെ, സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യാം. ഒരു UIയിൽ നമുക്ക് കൂടുതൽ ചേഞ്ചസ് ഒന്നുമില്ല, അതായത് അതിൽ ഡാറ്റാസ് എല്ലാം സ്റ്റാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കേസിൽ നമുക്ക് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യാം. അവിടെ ഒരു സ്റ്റേറ്റ് ചേഞ്ചിങ് പോസിബിൾ അല്ല. സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്? സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൽ നമ്മൾ എന്ത് പറഞ്ഞു? സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. ബട്ട് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ വാട്ടറിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? വാട്ടറിന് 3 സ്റ്റേറ്റ്സ് ഉണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൽ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റാസ് ആവും. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുക സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ യൂസ് ചെയ്യുക സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്താണെന്നും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്താണെന്നും മനസ്സിലായില്ലേ? ഓക്കെ, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ യൂസർ ഇൻ്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യും. ബട്ട് നമുക്ക് ഡൈനാമിക് ഡാറ്റാസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്ലെസ് എന്താണെന്നും സ്റ്റേറ്റ്ഫുൾ എന്താണെന്ന് മനസ്സിലായില്ലേ? സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടുതലാവും. കാരണം എന്താ? അവിടെ സ്റ്റാറ്റിക് ഡാറ്റയാണ്, അവിടെ ഇൻറ്റേർണൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ കേസിൽ എന്താ? സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്തെങ്ങാണ്ട് റൺ ചെയ്യേണ്ട ആ ഒരു സ്പീഡ് നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൽ ഉണ്ടാവില്ല. കാരണം എന്താ? സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൽ നമ്മൾ ഇൻറ്റേർണലി വരുന്ന ചേഞ്ചസ് നമ്മൾ മോണിറ്റർ ചെയ്തെങ്ങാണ്ട് ചെയ്യണം. ഓക്കെ, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണലി ചേഞ്ചസ് ഒന്നും ഉണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്ന കേസിൽ നമുക്ക് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടുതലുണ്ടാവും. കാരണം എന്താണ്? അവിടെ ഇൻറ്റേർണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സോ അതൊന്നും മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് സ്ലോ ആയിരിക്കും. സ്ലോ അല്ല, ബട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈമിൽ അതെന്തുകൊണ്ടാണ്? നമ്മൾ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്ന കേസിൽ നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാണ് യൂസ് ചെയ്യുക പറഞ്ഞു. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ ചേഞ്ചസ് ഒക്കെ ഒക്കർ ചെയ്യും. അങ്ങനത്തെ കേസിൽ അതും കൂടെ മോണിറ്റർ ചെയ്തിട്ട് വേണ്ടേ നമുക്ക് ഡാറ്റാസ് തരാനും ആപ്പ് റൺ ചെയ്യാനും. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ആണ് പറഞ്ഞത്, അത് അല്ലാണ്ട് സ്ലോ ആണ് എന്നല്ല പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്താണെന്ന് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു വിഡ്ജറ്റിനെ വിളിക്കാം. അപ്പോൾ നേരത്തെ നമ്മളൊരു ക്ലാസ്സിനെ വിളിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ ആപ്പ് പറഞ്ഞ ഒരു വിഡ്ജറ്റിനെ വിളിച്ചു. എന്താണ് മെറ്റീരിയൽ ആപ്പ്? മെറ്റീരിയൽ ആപ്പും ഉണ്ട്, ദെൻ കോപ്പർട്ടീനോ ആപ്പ്. ഇത് രണ്ടും പറഞ്ഞാൽ നമ്മളിപ്പോൾ iOS-ലും ആൻഡ്രോയിഡിലും അലേർട്ട് ബോക്സസ് കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും അലേർട്ടൊക്കെ വരുമ്പോൾ മീൻസ് ഇപ്പോൾ നമുക്ക് വല്ല SMS-ൻ്റെ അലേർട്ട്സോ മീൻസ് ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷോ ചെയ്ത് വരില്ലേ? അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അലേർട്ട് ബോക്സസ് iOS-ൻ്റെ കേസിലും ആൻഡ്രോയിഡിൻ്റെ കേസിലും ഡിസൈന് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ iOS-ൻ്റെ കേസിലും, അതായത് iOS-ൻ്റെ ഫോണിലും ആൻഡ്രോയിഡിൻ്റെ ഫോണിലും നമ്മൾ ഐക്കൺസും അങ്ങനെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് സ്റ്റൈലിലും കാര്യങ്ങളിലും ഒക്കെ. അപ്പോൾ നമുക്ക് iOS-ൻ്റെ ആ ഒരു ഇതാണ് ഫോളോ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് കോപ്പർട്ടീനോ ആപ്പ് യൂസ് ചെയ്യാം. അല്ല ആൻഡ്രോയിഡിൻ്റെ അലേർട്ട് ബോക്സ്, ഡയലോഗ് ബോക്സസ് അങ്ങനത്തെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ആപ്പ് യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്തിട്ടും നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം, iOS-ൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ ആപ്പ് യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളൊരു വിഡ്ജറ്റിനെ വിളിച്ചു. നെക്സ്റ്റ് നമുക്ക് നേരത്തെ നമ്മളിവിടെ ഒരു ക്ലാസ്സിനെ വിളിച്ചു. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിലോട്ട് പോയി. നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം? ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേന് ഇവിടെ സ്റ്റേറ്റ്ലെസ്സും വന്നു, സ്റ്റേറ്റ്ഫുള്ളും വന്നു. അപ്പോൾ സ്റ്റേറ്റ്ലെസ് എന്താണ്? സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യൂല, സ്റ്റാറ്റിക് ഡാറ്റാസിനെ വേണ്ടത്. ബട്ട് നമുക്ക് ഡൈനാമിക് ഡാറ്റാസിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇൻറ്റേർണൽ ചേഞ്ചസും ഒക്കെ വരും നമ്മളെ ആപ്പിന്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് യൂസ് ചെയ്തു. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി വരും. ദെൻ നമുക്ക് ക്ലാസ് നെയിം കൊടുക്കണം.
ക്ലാസ് നെയിം കൊടുക്കണം. ഓക്കെ, ക്ലാസ് നെയിം നമ്മൾ കൊടുത്തു. ഓക്കെ, ഇതുപോലെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി മെറ്റീരിയൽ ആപ്പ്, റൺ ആപ്പിൻ്റെ അകത്ത് നമ്മൾ മെറ്റീരിയൽ ആപ്പ് വിളിച്ചു. ദെൻ മെറ്റീരിയൽ ആപ്പിന് എന്താണ്, ചൈൽഡ് ഉണ്ടോ? ചൈൽഡും ചിൽഡ്രനും ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് മെറ്റീരിയൽ ആപ്പിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതെല്ലാം കാണിക്കുന്നത്. മനസ്സിലായോ? ഓരോന്നും ഹോം ഇങ്ങനെ ഓരോന്നും ഇതെല്ലാം മെറ്റീരിയൽ ആപ്പിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലൊന്നും പ്രോബ്ലം ഇല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ യൂസ്ഡ് ആക്കി വരണം. കാരണം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഉള്ളൂ. നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ഫ്രാങ്കായി പറയാം, നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മളിത് പ്രാക്ടിക്കലി നമ്മളിത് ചെയ്ത് നോക്കാതെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു തപ്പിപ്പിടുത്തുണ്ടാവും. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒന്നുകൂടെ ഇതായിട്ട് യൂസ്ഡ് ആവും. അങ്ങനെ ചെയ്ത് 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 പിന്നെ അത് നമുക്ക് ഇതിൻ്റെ ഒരു ട്രാക്കിൽ നമ്മളാണ് കയറും. ഓക്കെ, അപ്പം അതുവരെ ഒരു ക്ഷമ വേണം. ഓക്കെ, ഡാർട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചു വന്നവരാണ്. ഡാർട്ടിൻ്റെ അത്രയൊന്നും ടഫല്ല ഫ്ലട്ടർ പഠിക്കാൻ, ബട്ട് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, ദെൻ നമുക്ക് മെറ്റീരിയൽ ആപ്പിന് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് പറഞ്ഞു. ഇതെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരല്ല, എല്ലാം സെർച്ച് ചെയ്ത് കണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്തും കണ്ട്, അതായത് സെർച്ച് ചെയ്തും കണ്ട് കാര്യങ്ങൾ കണ്ടെത്തണം. ആ ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എല്ലാ തിങ്സും, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. ബട്ട് അത് എവിടെയെന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വേണം കണ്ടെത്താൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലത്തെ 1 by 1 ആയിട്ട് പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസിനെ കുറിച്ച് കണ്ട് ബേസിക് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു പ്രോപ്പർട്ടിയാണ് ഹോം. ഹോം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യില്ലേ, ഒരു ആപ്പ് നമ്മൾ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആദ്യം കാണേണ്ടത് നോക്കാം. ആ ഒരു കാണേണ്ട ആ ഒരു പേജിനെയാണ് നമ്മളിവിടെ വിളിക്കേണ്ടത്. നമ്മൾ എല്ലാ പേജസും ആപ്പിൽ കാണുന്ന ഓരോ പേജസ് ഉണ്ട്, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫയൽസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ഓരോരോ ഫയൽസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഓരോ ക്ലാസ് നെയിം വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണേണ്ടത് എന്താണോ അതിനെയാണ് നമ്മൾ ഹോമിൽ വിളിക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ടെക്സ്റ്റാണ് കാണേണ്ടത്. എന്ത് ടെക്സ്റ്റാണ്? ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ളൊരു ടെക്സ്റ്റാണ് എനിക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മെയിൻ, അതിൻ്റെ അകത്ത് റൺ ആപ്പ് എന്താണ്? നമ്മൾ റൂട്ട് വിഡ്ജറ്റ് ആണ്. ഓക്കെ, ഫ്ലട്ടറിൽ എല്ലാതും വിഡ്ജറ്റ്സ് ആണ്. റൺ ആപ്പ് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ്, ഓക്കെ, നമ്മുടെ എൻട്രി പോയിന്റ് ആണ്, ആപ്ലിക്കേഷൻ്റെ എൻട്രി പോയിന്റ് ആണ് റൺ ആപ്പ്. റൺ ആപ്പിൽ നമ്മൾ എന്ത് വിളിച്ചു? ഒരു വിഡ്ജറ്റിനെ വിളിച്ചു. ഏത് വിഡ്ജറ്റാണ്? മെറ്റീരിയൽ ആപ്പിനെ നമ്മൾ വിളിച്ചു. ദെൻ മെറ്റീരിയൽ ആപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ് ഹോം. ഹോമിൽ നമ്മൾ എന്താണ് കൊടുക്കുക? നമുക്ക് എന്താണോ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണണ്ടേ, വിസിബിൾ ആവണ്ടേ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റാണ് കൊടുത്തത്. ടെക്സ്റ്റ് ഞാൻ എങ്ങനെ ടെക്സ്റ്റ് കൊടുത്തത് നോക്കിയോ? ടെക്സ്റ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടാണ് കൊടുത്തത്. ടെക്സ്റ്റ് വിഡ്ജറ്റ്, TEXT, ടെക്സ്റ്റ് വിഡ്ജറ്റ്. ഇതാണ് ടെക്സ്റ്റ് വിഡ്ജറ്റ്. നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകളാണ് നമുക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ് ഞാൻ ആ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ആ ഒരു ടെക്സ്റ്റ് സ്ട്രിങ് ആയതുകൊണ്ട് ഞാൻ ഡബിൾ കോട്ട്സിൽ കൊടുത്തു. ഓക്കെ, ഇനി ഇതൊരു നമ്പറിൻ്റെ കേസാണ് എന്ന് കരുതുക. ഇവിടെ എനിക്ക് ആ ഒരു ടെക്സ്റ്റ് നമ്പറിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതുപോലെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാതും ടെക്സ്റ്റിൻ്റെ അകത്തുള്ള എല്ലാതും നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ഡാർട്ടിൽ പ്രിന്റ് പഠിച്ച സമയത്ത് നമ്മൾ
സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിന്റെ അകത്തും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിയും കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ ടെക്സ്റ്റിന്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും ഡബിൾ കോട്ട്സിന്റെ അകത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇന്റർപോളേഷനൊക്കെ പഠിച്ചില്ലേ, അതുപോലെ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്പിന്റെ ഔട്ട്പുട്ട് കാണല്ലേ? യെസ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത നമ്മളെ എമുലേറ്റർ സെലക്റ്റഡ് ആണ്. നമുക്ക് റൺ ചെയ്യാം. റണ്ണിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഡ് സ്കാൻ ചെയ്ത് കമ്പൈൽ ചെയ്ത് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതിന്റെ മുമ്പേ നമ്മുടെ ഡിവൈസ് എമുലേറ്റർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എമുലേറ്റർ ഓപ്പൺ ചെയ്തു, റണ്ണായി. ഇവിടെ കണ്ടില്ലേ, ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ആപ്പിൽ എന്താ കൂടുതലൊന്നും കാര്യങ്ങളില്ല, ബട്ട് അതിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമാണ് ഇപ്പൊ നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്പ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തു. ഇതിവിടെ ടോപ്പിലാണ് വന്നത്, ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിനെ ഇനി എനിക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരണം. അതിനെന്ത് നമ്മൾ ചെയ്യും? അപ്പോൾ അതിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ടെക്സ്റ്റ് വിഡ്ജെറ്റിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഷോ കോണ്ടെക്സ്റ്റ് ആക്ഷൻസ്. ഇതിൽ റാപ്പ് വിത്ത് ബിൽഡർ, റാപ്പ് വിത്ത് സെൻറ്റർ ഉണ്ട്. റാപ്പ് വിത്ത് സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പം എന്തായി? ഈ ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു വിഡ്ജെറ്റിനെ സെൻറ്റർ എന്ന് പറഞ്ഞ വിഡ്ജെറ്റ് വെച്ച് റാപ്പ് ചെയ്തു. അതായത് ആ സെൻറ്റർ വിഡ്ജെറ്റിൻ്റെ അകത്താണ് ഇപ്പം ടെക്സ്റ്റ്. ഇതിൻ്റെ റിസൾട്ട് എന്താവും? നമ്മൾ റീലോഡ് ചെയ്യുക. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ ഫോണിൻ്റെ സെൻട്രലായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ആദ്യം നമ്മളൊരു ടെക്സ്റ്റ് കൊടുത്തു. ടെക്സ്റ്റിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള അലൈൻമെൻറ്റ് എന്താ? ടോപ്പിലാണ്. ദെൻ നമ്മൾ ആ ഒരു സെൻറ്റർ പറഞ്ഞ വിഡ്ജറ്റ് വെച്ചങ്ങാണ്ട് റാപ്പ് ചെയ്തു. റാപ്പ് ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുത്തു. ദെൻ അത് സെൻറ്ററിൽ അലൈൻ ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഒത്തിരി വിഡ്ജറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇനി നമുക്കൊരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ട് പോകണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും ഡാർട്ട് നമ്മൾ പഠിച്ചു. സോ ഇനി ഫ്ലട്ടർ പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സോ ആ ഒരു കോൺഫിഡൻസിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, ഇപ്പം നമ്മൾ ഹോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ നോക്കി. ഇവിടെ ഈ ഡീബഗ് എന്നുള്ള ഒരു ബാനർ ഉണ്ടല്ലേ, അത് നമ്മുടെ ആപ്പിന് വേണോ? ആവശ്യമില്ല. അവിടുന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡീബഗ് ഷോ ചെക്ക്ഡ് മോഡ് ബാനർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് മെറ്റീരിയൽ ആപ്പിന്. അത് നമ്മൾ എന്താണ്? ഫോൾസ് ആക്കി നമ്മൾ കൊടുക്കും. ഡിഫോൾട്ടായിട്ട് അത് ട്രൂ ആണ്. അത് നമ്മൾ ഫോൾസ് ആക്കി. ദെൻ നമ്മൾ റൺ ചെയ്യാം. അത് പോയില്ലേ? ഇവിടുന്ന് ഇപ്പോൾ ആ ഒരു ബാനർ പോയി. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തെങ്ങാണ്ട് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇപ്പം ഈ ടെക്സ്റ്റിൽ ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഇനി എനിക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് പറഞ്ഞ വിഡ്ജറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കാണിക്കണത്. എസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ എസ് ക്ലിക്ക് ചെയ്തുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ലിസ്റ്റ് ചെയ്യും ടെക്സ്റ്റ് പറഞ്ഞ വിഡ്ജറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതെല്ലാം ഇത് ഓരോന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ സ്റ്റൈൽ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തു. അതിൽ സ്റ്റൈൽ എന്നുള്ളതിന് ടെക്സ്റ്റ് സ്റ്റൈൽ എന്നുള്ള ഒരു വിഡ്ജറ്റ്. ദെൻ ടെക്സ്റ്റ് സ്റ്റൈലിനുണ്ട് പ്രോപ്പർട്ടീസ്. അതിന് നമ്മൾ കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ലിസ്റ്റ് ചെയ്യും. ഇവിടെ കളർ, ഇവിടെ എനിക്കൊരു കളർ വേണം. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ഇപ്പോഴത്തെ കളർ റെഡാണ്, എനിക്കതൊരു വൈറ്റ് ആവണം. അപ്പം ഞാൻ എഗെയിൻ ഒരു വിഡ്ജറ്റ് കളർ എന്നുള്ള വിഡ്ജറ്റ്, കളേഴ്സ് എന്നുള്ള വിഡ്ജറ്റ്, ദെൻ ഡോട്ട് ക്ലിക്ക് ചെയ്തു. അതിലിനി നമുക്ക് ഇതിൽ വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ഏതാണോ കളർ വേണ്ടത് അത് കൊടുക്കാം. ഞാനൊരു വൈറ്റ് കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ റൺ ചെയ്തു. റൺ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ളത് ആ ടെക്സ്റ്റ് വൈറ്റിലായി. ഓക്കെ, അതുപോലെ ഇപ്പോൾ ടെക്സ്റ്റ് പറഞ്ഞ വിഡ്ജറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടില്ലേ? കൺട്രോൾ സ്പേസ് നമ്മൾ ഒരുമിച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് പറഞ്ഞ വിഡ്ജറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇതിൽ ഓരോന്നും ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഓരോന്നും ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ നമ്മൾ ഏതൊക്കെ വിഡ്ജറ്റ്സ് പഠിച്ചു? സെന്റർ പഠിച്ചു, ടെക്സ്റ്റ് പഠിച്ചു, ടെക്സ്റ്റൈല്, ഇങ്ങനെ 3 വിഡ്ജറ്റ്. മെറ്റീരിയൽ ആപ്പ് നമ്മൾ നോക്കി. ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ കാണുന്നതിൽ സെന്റർ, ടെക്സ്റ്റ്, ടെക്സ്റ്റൈൽ, ഇങ്ങനെ 3 വിഡ്ജറ്റ്സ് പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ചെക്ക് ചെയ്യണം. ഓരോന്ന് ഇപ്പൊ സ്റ്റൈല് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ടെക്സ്റ്റൈൽ കൊടുത്തു, ദെൻ ടെക്സ്റ്റൈലിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയൊക്കെയാന്നല്ല, ഓരോന്ന് എന്തിനാ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കണം. ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ മതി, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് കേഴ്സർ അവിടെ കൊണ്ടുപോയി വെച്ചാൽ ടെക്സ്റ്റൈല് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്നും അതിൻ്റെ വിഡ്ജറ്റ്സ് എന്താണെന്നും അതിൽ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും ഇപ്പം ഞാൻ പറഞ്ഞു, ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കണം, ടെക്സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കണം. സെൻറ്റർ ഓൾറെഡി നമ്മൾ സെൻറ്ററിലാക്കാനാണ് ആ വിഡ്ജറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരും. ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കണം, ടെക്സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടീസും നോക്കണം. ഓക്കെ, ഇപ്പം നമ്മളൊരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആപ്പാണ് ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നത്. പക്ഷെ അതിലെന്താണ് നമ്മൾ ഫോണിൽ കാണുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് അതുപോലെ ഒന്നും കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും എത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു ആപ്പിന്റെ ബേസിക് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ആപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് കാണിക്കും. ഇതന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങളെ പേര് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ടെക്സ്റ്റും കൊടുക്കാം. ദെൻ ആ ടെക്സ്റ്റിന്റെ സ്റ്റൈലും കാര്യങ്ങളും കളറും ഇതൊക്കെ ചെയ്തിട്ട് റെഡിയാക്കാം. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ കണ്ടില്ലേ, ഇത് ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇത് കൊളാപ്സ് ചെയ്യും. അതായത് ഒറ്റൊരു ലൈനായി അതിൻ്റെ അകത്തുള്ള ആ മെയിൻ ഫങ്ഷൻ്റെ അകത്തുള്ള എല്ലാം നമ്മളവിടെ ഹൈഡ് ചെയ്തു. തന്നെ ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ റൺ ആപ്പിൻ്റെ കേസിലാണെങ്കിൽ റൺ ആപ്പിൻ്റെ അകത്തുള്ളത് ഇങ്ങനെ കൊളാപ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് ഹൈഡാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ഹൈഡ് ചെയ്യാം, കൊളാപ്സ് ചെയ്യാം, ദെൻ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞത് ജസ്റ്റ് ആ ഒരു ലേ ഔട്ടൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൽ സ്പീഡിൽ പോകും. ഐ മീൻ ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടും, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്തും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ ഓരോ കാര്യങ്ങളും. പിന്നെ ഈ ഒരു 3 hours ക്ലാസ് മാത്രമല്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പോൾ മാക്സിമം ടൈം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഇതിനെക്കുറിച്ചെങ്ങാണ്ട് എക്സ്പ്ലോർ ചെയ്തെങ്ങാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ബൈ.